കേസ് ഓഫ് സസ്പിഷൻ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. എന്തോ ഒരു ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. ഏത് സമയത്തും എല്ലാ ജോലിയും അങ്ങനെയാണ്. ഏത് സമയത്തും നമ്മൾ അവൈലബിൾ ആവണമെങ്കിലും അവൈലബിൾ ആവണം. നമ്മൾ എന്താ പറയാ, അയ്യോ 5 മണി കഴിഞ്ഞാൽ എന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു, ഇനി എന്നോടൊന്നും ചോദിക്കണ്ട എന്ന് പറയുന്ന പോലെ ആവരുത്. നമ്മൾ ശരിക്കും റിയൽ ആയിട്ട്, അതായത് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ജെനുവിനിറ്റി ജോലി കാണിക്കണം എന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ. A country doctor sets out to help a patient in the middle of a windy night. ഇവിടെയുള്ള സിറ്റുവേഷൻ മനസ്സിലാക്കണം. ഒരു കൺട്രി ഡോക്ടറാണ്. എന്താ കൺട്രി ഡോക്ടർ? ആള് ഭയങ്കര കൺട്രി ആണ് എന്നാണോ, കൂതറയാണ് എന്നാണോ അർത്ഥം? കൺട്രി ഡോക്ടർ അവൻ പക്ക കൺട്രി എന്നൊക്കെ പറയും ചിലപ്പം. എന്താ ഈ കൺട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരം പറയൂ, മൈക്ക് ഓൺ ആക്കിയിട്ട് പറയൂ. അറിയില്ല. കൺട്രി ഡോക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഹോസ്പിറ്റലൊക്കെ, വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവും, ഒരുപാട് റാങ്കും കാര്യങ്ങളൊക്കെ ഉള്ള. അതേസമയം നമ്മുടെയൊക്കെ ഒരു ലോക്കൽ ഏരിയയിലും ഒരു ഡോക്ടർ ഉണ്ടാവും, നമുക്ക് പെട്ടെന്ന് ഓടിച്ചെല്ലാവുന്ന, നമുക്ക് ഏത് സമയത്തും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള, അല്ലെ, അങ്ങനത്തെ ഒരു ഡോക്ടർ ഉണ്ടാവും എപ്പോഴും. നമ്മളെ നാട്ടിൽ തന്നെ, നമ്മുടെ കുഗ്രാമത്തിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിൽ തന്നെ ഒരു മൈമുട്ടിക്കയോ അല്ലെങ്കിൽ ഒരു ജബ്ബാറോ പോലെയുള്ള ഒരു കൺട്രി ഡോക്ടർ ഉണ്ടാവും. നമ്മുടെ ലോക്കൽ പീപ്പിളിന് ഏത് സമയത്തും അവൈലബിൾ ആകുന്ന ഒരു ഡോക്ടർ. ഓക്കെ. മാം അതിന്റെ യഥാർത്ഥ മീനിങ് എന്ന് പറ. പുറത്ത് കാണുന്ന, ഏത് സമയത്തും അവൈലബിൾ ആകുന്ന ഒരു ഡോക്ടർ. ഓക്കെ. കേൾക്കാവുന്നല്ലോ അല്ലെ? ഇടക്കിടക്ക് മുങ്ങുന്നുണ്ടോ? To help a patient in the middle of a windy night. ഇവിടെ നൈറ്റ്, ഞാൻ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു വേർഡുകളുടെ മീനിങ് എടുത്ത് ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നാളെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ എന്നുള്ളതിന്റെ കൂടെ ഈ കൺട്രി എന്നുള്ള വേർഡ് വരും. ഇങ്ങനെ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയും ചെയ്യുവാണെങ്കിൽ. അപ്പൊ ഇദ്ദേഹം ഒരു നോർമൽ ഡോക്ടർ അല്ല, അല്ലെങ്കിൽ വെറും ഒരു നോർമൽ ഡോക്ടർ അല്ല, ഹോസ്പിറ്റലിൽ മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ അല്ല, ആ നാടിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന നാട്ടുകാരൻ കൂടിയാണ്. ഓക്കെ. He sets out to help a patient in the middle of a windy night. ഒരു വിൻഡി നൈറ്റ് ആട്ടോ. ഈ രാത്രിക്കും ഒരു പ്രത്യേകതയുണ്ട്. ഒരു സാധാരണ നൈറ്റ് അല്ല, ഭയങ്കര എന്താ പറയാ, കോൾഡ് ആണ്. വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുള്ള ഒരു സമയത്ത്, ഒരു രാത്രിയില് ഒരു പേഷ്യന്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടർ പോവാൻ നിൽക്കുകയാണ്. സെറ്റ്സ് ഔട്ട്, പുറത്തേക്ക് പോവാൻ നിൽക്കുകയാണ്. Whom does he meet on the way? ഈ പോകുന്ന സമയത്ത് അവൻ ആരെ ആയിരിക്കും കണ്ടുമുട്ടുക? And what does he learn? അതിൽ നിന്നും അവൻ എന്താണ് പഠിക്കുക? Let's read and find out. നമുക്ക് വായിച്ചിട്ട് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. നോക്കാം. ഒരു യാത്രയിൽ ആ ഡോക്ടർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, കണ്ടുമുട്ടുന്ന ആളുകൾ, അതിൽ നിന്നും അയാൾ പഠിക്കുന്ന പാഠം, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. ക്ലാസ്സിലേക്ക് പോവാം, സ്റ്റാർട്ട് ചെയ്യാം. Yes, ma'am. Okay. Yes. He threw back the covers and sat up on his bed, his feet feeling along the cold floor for his house slippers, the telephone ringing insistently a little distance away. അതായത് വീടിനകത്ത് എന്താണ്, രാത്രിയാണ് സമയം. He threw back the covers and sat back on his bed. കിടന്നുറങ്ങുന്ന സമയത്ത് ആളുടെ കവേഴ്സ്, ബ്ലാങ്കറ്റ് മാറ്റി ബെഡിൽ നിന്നും ഇറങ്ങാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് താഴെ നമ്മൾ എന്താ പറയാ, കട്ടിലിനടിയിൽ സ്ലിപ്പർ വെച്ചിട്ടുണ്ടാവും അല്ലെ, എണീക്കാൻ നേരം ഇടാൻ വേണ്ടിട്ട്. അപ്പൊ പുറത്തുനിന്ന് ഫോൺ റിങ് ചെയ്തപ്പോ, ലിറ്റിൽ ഡിസ്റ്റൻസ് അവേ, കുറച്ച് ദൂരത്തുനിന്നും ഫോൺ റിങ് ചെയ്തപ്പോ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം ബെഡിൽ നിന്ന് എണീറ്റ് ബെഡ് കവറൊക്കെ മാറ്റി, നമ്മുടെ ബ്ലാങ്കറ്റ് ഒക്കെ മാറ്റി എണീറ്റ് പോവാൻ നിൽക്കുകയാണ്. സ്ലിപ്പർ തിരയുന്നു. He turned on the light, light on ചെയ്യുന്നു, walked to the phone, ഫോണിന്റെ അടുത്തേക്ക് പോകുന്നു, took down the receiver, അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. This is Dr. Benson, he said. അപ്പൊ ഇദ്ദേഹം ആരാ നമുക്ക് മനസ്സിലായി. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ഡോക്ടർ ബെൻസൺ.
ബെൻസൺ. Okay, ഡോക്ടർ ബെൻസൺ. സോ ഡോക്ടർ ബെൻസൺ എന്താണ് സംഭവിച്ചത്? അന്നത്തെ രാത്രിയിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. The November wind was bringing sounds of winter as it blew around the little white house. നവംബർ മാസമാണ്, വിൻഡി ടൈം ആണ്, തണുപ്പ് സീസൺ ആണ്. ഇപ്പൊ മന്ത് നമ്മൾ ഓർത്ത് വെക്കുന്നു, സീസൺ നമ്മൾ ഓർത്ത് വെക്കുന്നു, എല്ലാം നമ്മളൊന്ന് മൈൻഡിൽ വെക്കുവാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ബെൻസൺ. അപ്പോ നൈറ്റില് കോള് വന്നിട്ട് ഫോൺ എടുക്കാൻ പോയി. നല്ല തണുപ്പുള്ള സമയമാണ്, കാറ്റ്, തണുപ്പ്, മഞ്ഞൊക്കെയാണ്, നവംബർ സീസൺ ആണ്. The doctor got into his clothes. He went to the table and stared a moment at his watch, his spirit complaining at the job ahead of him. സമയം രാത്രിയാണ്. ടേബിളിന്റെ അടുത്ത് പോയിട്ട് വാച്ചിൽ നോക്കുകയാണ്. എന്നിട്ട് എന്താണ്, പണ്ടാരടങ്ങാൻ വല്ലാത്തൊരു ജോലി തന്നെ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സ്പിരിറ്റ് ഇൻ ദ സെൻസ് അദ്ദേഹത്തിന്റെ മനസ്സ് പറയുവാണെന്നാണ്. ഓക്കെ, സ്പിരിറ്റ് കംപ്ലൈനിങ് അറ്റ് ദ ജോബ് അഹെഡ് ഓഫ് ഹിം. ആൾക്ക് ചെയ്യാനുള്ള ജോലിനെ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുകയാണ് മനസ്സ്. Time is 2 o'clock. His mind also complained at the horrible hour, and he wondered why children had to be born at such improper times. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലാവാം? അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? ഒരാൾക്ക് മനസ്സിലായാൽ ഞാൻ ഹാപ്പിയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക്? Exactly. I'm so happy because he's a gynecologist. സമയം രാത്രി 2 മണി. Okay. His mind also complained at the horrible hour. ആ സമയം ആലോചിച്ചിട്ടേ, രാത്രി അർദ്ധരാത്രി 2 മണിയാണ്. സമയം ആലോചിച്ചിട്ട് ആകെ ടെൻസ്ഡ് ആണ്. He wondered, ആളിങ്ങനെ അന്തം വിടുകയാണ്, why children had to be born at such improper times. ഈ നാട്ടപാതരക്കൊക്കെ പ്രസവിക്കാൻ കണ്ട നേരം എന്നൊക്കെ പറയില്ലേ നമ്മള്. ഐ മീൻ ആ സമയത്ത് എന്താ പറയാ, ഉറക്കം കളഞ്ഞ അദ്ദേഹത്തിന് വരേണ്ടി വരുമ്പോൾ പറയുന്ന മാനസികാവസ്ഥ. He took up 2 small handbags. ആളുടെ 2 ഹാൻഡ് ബാഗ് എടുത്തു. ഷോർട്ട് pill bags. As the people of the town knew it. എല്ലാ ആൾക്കാർക്കും അറിയാം ആളുടെ കയ്യിൽ എന്താണ്, ഒരു ബാഗും എല്ലാം ഉണ്ടാവും. And the long obstacle case, the baby bag they called it. Okay, അതായത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നാട്ടിൻ പുറത്തുള്ള ഒരു ഡോക്ടർ എപ്പോഴും കയ്യിൽ 1-2 ബാഗൊക്കെ കീപ്പ് ചെയ്ത് ഒരു സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇട്ടിട്ട്, അദ്ദേഹത്തിന്റെ ഒരു നോർമൽ വേ ഓഫ് വാക്കിംഗ് അങ്ങനെ ആയിരിക്കും. അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രിപ്പറേഷൻ ഒക്കെ റെഡിയാക്കി രാത്രി 2 മണിക്ക് ആളെവിടെ പോവാണ്? എന്തിനു പോവാണ്? ആരുടെയോ പ്രസവം എടുക്കാൻ പോവാണ്. കോള് വന്നു, കോൾ അറ്റൻഡ് ചെയ്ത ആള് റെഡി ആവണം. അദ്ദേഹത്തിന്റെ മനസ്സ് പിറുപിറുക്കുന്നുണ്ടെങ്കിൽ പോലും ആള് പോവാൻ റെഡിയാണ്. ബിക്കോസ് ജോലി അങ്ങനത്തേതാണ്. ഏത് സമയത്ത് വിളിച്ചാലും ഇത്തരത്തിലുള്ള ഗൈനക്കോളജിസ്റ്റ് പ്രത്യേകിച്ചും അവർക്ക് പോവൽ നിർബന്ധമാണ്. സോ ഈസ് ഗെറ്റിംഗ് റെഡി ടു go to the hospital. Anyway, Dr. Benson stopped a moment to light and then put the pack of cigarettes in his overcoat pocket. അതെന്താണ്, 1 മിനിറ്റ് നിന്ന് ഒരു സിഗരറ്റ് ഒക്കെ വലിച്ച് ഓവർകോട്ടിലേക്ക്, സിഗരറ്റ് പാക്കറ്റ് ഓവർകോട്ടിലേക്കൊക്കെ ഇട്ട് റെഡിയായി. The wind felt like a surgeon's knife at his face as he opened the door and ran around the driveway to the garage. ഈ വിൻഡ് എന്ത് രസമായിട്ടാന്നറിയോ, പിന്നെ കാറ്റിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് റൈറ്റർ. സി, വിൻഡ് എങ്ങനെയാണ് ഈ സമയത്ത്, ഈ തണുത്ത കാറ്റ് മുഖത്തടിച്ചപ്പോൾ സർജൻസിന്റെ നൈഫ് കൊണ്ടൊരു വര വീണ പോലെ ആയിന്ന്. മീൻസ് സർജൻ ഉണ്ടല്ലോ, നമ്മുടെ ഓപ്പറേഷൻ സർജൻസ്, ഇവരുടെ കത്തി, മൂർച്ചയേറിയ കത്തി ഇങ്ങനെ തട്ടുമ്പോ വരുന്ന വേദന പോലെ ഉണ്ടായിരുന്നു കാറ്റ് മുഖത്തേക്ക് അടിച്ചപ്പോന്ന്. വീടിന്റെ ഡോറ് തുറന്ന് കാറിലേക്ക് കയറാൻ നേരത്ത് കാറ്റടിച്ചപ്പോ മുറിവ്, കാറ്റിന്റെ തണുപ്പ് കൊണ്ടേ മുഖത്ത് കോറുന്ന പോലെ തോന്നിയെന്നാ പറഞ്ഞത് അല്ലെ. എന്നിട്ട് ആ കാറ്റ് അങ്ങോട്ട് പോയി, ഗ്യാരേജിലേക്ക് പോയി. കാറ്റ് കടന്നുപോയി, നമ്മളെ വേദനിപ്പിച്ച് കാറ്റ് കടന്നുപോയി. അത്രയും ഹെവി കോൾഡ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, his car started with difficulty, coughed half a dozen times as he drove down the driveway, but then began to run more smoothly as he turned down Grass Street and onto the deserted highway. മക്കളെ മ്യൂട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു.
നിങ്ങൾ മറക്കരുത്. എനിവേ ആളുടെ കാറ് സ്റ്റാർട്ട് ചെയ്തു. ഹാഫ് എ ഡസൻ എന്താ പറയാ, ഒരു 5-6 പ്രാവശ്യം ചുമക്കൊക്കെ ചെയ്തു എന്നാ പറഞ്ഞ. അത്രയും തണുപ്പുള്ള സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ. ആളുടെ ഒരു അപ്പിയറൻസ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. എനിവേ കാറൊക്കെ എടുത്ത് പോയി. മിസ്സിസ് ഓട്ട് സോർലി, അതാണ് നമ്മുടെ ഡോക്ടറെ അർദ്ധരാത്രി 2 മണിക്ക് വിളിച്ച ആളുടെ പേര്. മിസ്സിസ് ഓട്ട് സോർലി, who Dr. Benson was on his way to visit, already had almost a dozen children. ഡോക്ടർ അർദ്ധരാത്രിയില് വിളിച്ച ഡോക്ടർ ഇപ്പൊ ആരടുത്തേക്കാ പോകുന്നത്? മിസ്സസ് ഓട്ട് സോർലിയുടെ അടുത്തേക്കാണ് ഡോക്ടർ പോകുന്നത്. അദ്ദേഹത്തിന് ഓൾറെഡി 1 ഡസൻ കുട്ടികൾ ഉണ്ട് എന്നാ പറയുന്നത്. 1 ഡസൻ എന്നൊക്കെ പറയുമ്പോ എത്ര ആയിരിക്കും? 12. 12. 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12. 12 കുട്ടികൾ ഓൾറെഡി ഉണ്ടെന്നാണ്. അതൊരു പക്ഷെ ലിറ്ററലി പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഉണ്ട് കുറെ മക്കൾ. ഇനിയും ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം ചിലപ്പം. ഓക്കെ, എനിവേ, but it seemed to the doctor that never once had she had a baby in good weather nor in daylight. ശരി, രസം എന്താ അറിയോ, ഈ മിസ്സിസ് സുർലെ, ഓട്ട് സുർലേക്ക് ഒരു കുട്ടി പോലും നല്ല വെതർ കണ്ടീഷനിൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പകൽ സമയത്ത് ജനിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എല്ലാം ഇതുപോലെ അർദ്ധരാത്രിക്കും മറ്റും ആക്കിയിട്ട് ഡോക്ടറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നർത്ഥം. ആൻഡ് വൈൽ ഡോക്ടർ ബെൻസൺ വാസ് എ കൺട്രി ഡോക്ടർ, ഡോക്ടർ ബെൻസൺ എന്ന് പറയുന്ന ഒരു കൺട്രി ഡോക്ടർ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവരുടെ നാട്ടിൻ പുറത്തൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ, he was still a young man and couldn't find the pleasure that his father, the old Dr. Benson, had found in seeing Ott. The father always tore 3 babies behind in payment of his baby bills. എന്താണ്, നമ്മുടെ ഡോക്ടർ ഒരു യങ് ഡോക്ടറാണ്. ബെൻസൺ വാസ് എ കൺട്രി ഡോക്ടർ. ഹി വാസ് സ്റ്റിൽ എ യങ് മാൻ. ആളെന്താണ്, ഇപ്പോഴും ഒരു സ്റ്റിൽ യങ് മാൻ ആണ്. കുഡന്റ് ഫൈൻഡ് ദ പ്ലഷർ, ഒരിക്കലും ഒരു സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദാറ്റ് ഹിസ് ഫാദർ, ഓൾഡ് ഡോക്ടർ ബെൻസൺ, ഹാഡ് ഫൗണ്ട് ഇൻ സീയിങ് ഓട്ട്. ഓട്ടിന്, അതായത് എന്താ സംഭവം എന്നറിയോ, ഇദ്ദേഹം ഇപ്പോഴും ഒരു യങ് ജനറേഷൻ ആണ്. നമ്മുടെ ഓൾഡ് ഡോക്ടർ ഉണ്ടല്ലോ, യങ് ഡോക്ടറുടെ അച്ഛൻ ഡോക്ടർ ഈ ജോലി എടുക്കുമ്പോൾ കണ്ടെത്തിയിരുന്ന പ്ലഷർ, ഇതിലുണ്ടായിരുന്ന ഹാപ്പിനെസ് ഒന്നും നമ്മുടെ ഈ യങ് ഡോക്ടർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഹി വാസ് സ്റ്റിൽ എ യങ് മാൻ എന്നാണ് പറയുന്നത്. ഹി വാസ് ആണ് കേട്ടോ, പക്ഷെ ഇപ്പൊ ഒരു യങ് അല്ല എന്നും അതിനർത്ഥമുണ്ട് അല്ലെ. വാസ് എന്ന് വരുമ്പോ, while Dr. Benson was a country doctor, Dr. Benson was a country doctor, he was still a young man and couldn't find the pleasure. ആളുടെ അച്ഛനെ പോലെയല്ല ഈ ജോലിയിൽ ഈ നട്ടപ്പാതിരിക്കൊക്കെ എണീറ്റ് പോവാന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത്രത്തോളം ഹാപ്പിനെസ് ഒന്നും ഇല്ല. ഈ പ്രസവം എടുക്കാനും മറ്റും ഒക്കെ അത് ഓൾറെഡി നമ്മൾ ഇതിന് മുകളിൽ അദ്ദേഹത്തിന്റെ 1-2 സെന്റൻസിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റി. ഒരു പക്ഷെ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. എങ്ങനെ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുന്നു ഇദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അച്ഛനെ പോലെ ഇദ്ദേഹം ഇതിൽ പ്ലഷർ സീക്കിംഗ് അല്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ എഴുതാവുന്നേ ഉള്ളൂ. ഒന്ന് എന്താണ്, ഇദ്ദേഹം പറയുന്നുണ്ട്, ഒരു കുട്ടി പോലും ഹാപ്പി ആയിട്ട് ഡേ ടൈമിലോ അല്ലെങ്കിൽ നല്ല വെതർ കണ്ടീഷനിലോ ഓട്ട് സുരേക്ക് ജനിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്നും മെയിൻ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ഫ്രസ്ട്രേഷൻ തന്നെയാണ്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. എനിവേ, നട്ടപ്പാതിരിക്ക് തണുപ്പത്ത് പുറത്തുപോയി പ്രസവം എടുക്കുന്നതിൽ നമ്മുടെ ഡോക്ടർ സാറ്റിസ്ഫൈഡ് അല്ല. ദാറ്റ്സ് ഓൾ. ഓക്കെ, സെക്ഷൻ ബിയിലേക്ക് പോവാലോ, 2ാമത്തെ സെക്ഷനിലേക്ക് പോവാലോ. How do you think the story proceeds? ഈ സ്റ്റോറി എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? Will it be about Mr. or Mrs. Sore? ഇത് മിസ്റ്റർ ഓർ മിസ്സിസ് സൊറേനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ആണോ? Or will there be a chance meeting with someone else? നീ സ്വർഗത്ത് വേറെ ആരെങ്കിലും ഒക്കെ കണ്ടുമുട്ടുവോ? Read ahead to find out. വായിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളൊക്കെ ഒരുപാട് സിനിമകളും മറ്റും കാണുന്നതാണ്. കഥകൾ ടീച്ചറെ പോയി കേൾക്കണില്ല.
ടീച്ചർ ബഫറിങ്ങിലാണ്. വന്നോ? യെസ് മാം. ഓക്കെ. എങ്ങനെയായിരിക്കാം ഈ സ്റ്റോറി? എന്തിനെ സംബന്ധിച്ചായിരിക്കാം? മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൊറയുടെ കഥയാണോ? അതല്ല ഇതിന്റെ ഇടയിൽ ഇനി ആരെങ്കിലും കണ്ടുമുട്ടുവോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും? ഇത് വായിക്കാത്ത ഒരാൾക്ക് കണ്ടുമുട്ടും. കണ്ടുമുട്ടും. ആ, ഹിവാനെ കണ്ടുമുട്ടും. ആരെ? ഹിവാൻ. അത് ശരി, ഇത് വായിച്ചവർക്ക് പറയാൻ പറ്റും, വായിക്കാത്തവരോടാണ് ഞാൻ ചോദിച്ചേ. അങ്ങനെ ഇതുവരെ ഞങ്ങൾ കേട്ട കഥയില് ആ ഡോക്ടർ ആ അലസതയെ പറ്റിയും ആ പിന്നെ തണുത്ത വെളുപ്പാങ്കാലത്തെ പോക്കിനെ പറ്റിയാണ് ഇതുവരെ ഞങ്ങൾ കേട്ട കഥയിൽ മനസ്സിലായത്. അതെ, അതൊക്കെ എഗ്രി. ഇനി അങ്ങോട്ട് എന്തായിരിക്കാം കഥ? ഈ പ്രസവം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആയിരിക്കോ കഥ വരുന്നത്? അതല്ല മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കോ എന്നാണ് ചോദ്യം. എന്തെങ്കിലും ആവട്ടെ, നമുക്കൊന്ന് ഒരു പാഠം പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും. ഡോക്ടറുടെ ഈ അലസതയെ മാറ്റാൻ, ഡോക്ടറുടെ ഈ മടി പിടിപ്പുള്ള അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതിനകത്ത് ഉണ്ടാവണം അല്ലെ? നോക്കാം നമുക്ക്. It was a long ride to the Sorey farm, and the sight of a man walking alone along the country road, as seen just ahead by the lights of the car, was a welcome relief to the doctor. ആളെന്താണ്, നട്ടപ്പാതിരക്ക് 2 മണിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ, റൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ റോഡ് സൈഡിൽ ഒരാൾ ഒറ്റയ്ക്ക് പോകുന്നത് കണ്ടു. അദ്ദേഹം വണ്ടിയിൽ കയറി. അദ്ദേഹത്തിനെയും കൂടെ വണ്ടിയിൽ കയറ്റിയപ്പോൾ അതൊരു റിലീഫ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. വാസ് എ വെൽക്കം റിലീഫ് ടു ദ ഡോക്ടർ. ഡോക്ടർക്ക് അതൊരു വെൽക്കം റിലീഫ് ആയിരുന്നു. He slowed down and looked at the man walking along with difficulty against the wind. A little package under his arm. കയ്യിൽ കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളും ഉണ്ട്. ഈ തണുപ്പും കൊണ്ട് പോകുന്ന ഇയാളുടെ അടുത്ത് നമ്മുടെ ഡോക്ടർ വണ്ടി നിർത്തി. സീസൺ ഓൾറെഡി തണുപ്പാണെന്ന് പറഞ്ഞു. നമ്മുടെ ഡോക്ടർക്ക് പുറത്തിറങ്ങിയപ്പോൾ സർജന്റെ നൈഫ് കൊണ്ട് മുഖം കോറിയതുപോലെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ തണുപ്പാൻ കാലത്താണ് ഈ ഒരാൾ ഒറ്റയ്ക്ക് റോഡ് സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ, നടന്നു പോകുന്നത്. ഓക്കെ. Coming alongside, Dr. Benson stopped and invited the man to ride. The man got in. Anyway, ഇയാളെയും കൂടെ വിളിച്ചു. വണ്ടി കയറിക്കോളൂ, ഞാൻ കൊണ്ടാക്കാം, വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം വണ്ടിയിൽ കയറി. Are you going far? asked doctor. നിങ്ങൾക്ക് ഒരുപാട് ദൂരം പോവാനുണ്ടോ? I'm going all the way to Detroit, said the man. ആളുടെ ഒരു പ്ലേസ് പറഞ്ഞു. ഇന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. Rather thin man with the small black eyes filled with the tears from the wind. Could you give me a cigarette? ഇയാളുടെ അപ്പിയറൻസ് എങ്ങനെയാണ്? തിൻ മാൻ ആണ്, കുറച്ച് മെലിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പിയറൻസ്, കണ്ണില് മൊത്തം എന്താ പറയാ, കാറ്റടിച്ചിട്ടേ കണ്ണിന് വെള്ളം വന്നിട്ടുണ്ടെന്നാ പറഞ്ഞ. അപ്പൊ എത്രത്തോളം തണുപ്പുണ്ടായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. Could you give me a cigarette? അതെന്താ അർത്ഥമാക്കുന്നത്? Could you give me a cigarette? ഭയങ്കര പൊളൈറ്റ് ആയിട്ടോ ചോദിക്കുന്നത്. ഒരു സിഗരറ്റ് തരാമോ എന്നാണ് ചോദിക്കുന്നത്. അതെ, വളരെ പൊലൈറ്റ് ആയിട്ട് താഴ്മയോട് കൂടി ചോദിക്കുന്നത്, എനിക്കൊരു സിഗരറ്റ് തരാമോ? Sorry, there is one typical call always. Just 1 minute. Let me send a message to him, okay? It's one of my student. ഒരു ചെറിയ മെസ്സേജ് അയച്ചോട്ടെ. ഓക്കെ മക്കളെ, എന്തോന്നാ അവിടെ ആരത് ഓണാക്കുന്നേ? മ്യൂട്ട് ചെയ്തേ. ശരി. ഡോക്ടർ ബെൻസൺ unbuttoned his coat, then remembered the cigarettes in the outer pocket of his overcoat. ഓവർകോട്ടിന്റെ പുറത്തുള്ള പോക്കറ്റിൽ സിഗരറ്റ് ഇട്ടിരുന്നുള്ളത് ഡോക്ടർ ബെൻസൺ ഓർക്കുകയാണ്. ഹലോ, പ്ലീസ് മ്യൂട്ട് യുവർ കോൾ.
എല്ലാവരും ഒന്ന് ഉറപ്പ് വരുത്തിക്കുക നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. ഓക്കെ. അപ്പൊ നമ്മള് റൂമിൽ നിന്ന് ഇറങ്ങാൻ സമയത്ത് ഓവർ കോട്ടിൽ സിഗരറ്റ് വെച്ചത് ഓർക്കുന്നു. അങ്ങനെ ബട്ടൺ, കോട്ടിന്റെ ബട്ടണൊക്കെ അഴിച്ച് he took out the packet and gave it to the rider, who then looked in his own pockets for a match. അങ്ങനെ നമ്മള് പോക്കറ്റിൽ നിന്നും ആ സിഗരറ്റ് എടുത്തിട്ട് ആൾക്ക് കൊടുത്തു. He looks his own pockets for a match. തീപ്പെട്ടിക്ക് വേണ്ടിയിട്ട് ആളുടെ തന്നെ പോക്കറ്റിൽ നോക്കുകയാണ്. When the cigarette was lighted, the man held the packet a moment, then asked, "Do you mind, Mister, if I take another cigarette for later?" എന്താണ്, അത് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഒരു സിഗരറ്റും കൂടെ എടുത്തോട്ടെ, പിന്നീട് ഉള്ള ആവശ്യത്തേക്കാണ്, ഒരു സിഗരറ്റും കൂടെ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. The rider shook the packet to remove another cigarette without waiting for the doctor to answer. Dr. Benson felt a hand touch his pocket. എന്താ സംഭവിച്ചേ? എന്താ സംഭവം? ഡോക്ടറെ അത് തന്നെ, ഡോക്ടർ സമ്മതം ഇല്ലാണ്ട് ഒരു സിഗരറ്റും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ബെൻസന്റെ, അതായത് നമ്മുടെ ഡോക്ടറുടെ പോക്കറ്റിൽ കൈയിട്ട് ഒരു സിഗരറ്റും കൂടെ എടുത്തു. അത് ശരിക്കും ശരിയല്ല അല്ലെ? പക്ഷെ ഞാൻ ഒന്നും കൂടെ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ എന്താണ്, ഡോക്ടറുടെ പോക്കറ്റിൽ കൈയിടും എന്നുള്ളത് ഡോക്ടർ ചിന്തിച്ചില്ല. എനിവേ, ഡോക്ടർക്ക് അത് അത്ര കണ്ടങ്ങ് ഇഷ്ടമായിട്ടുണ്ടാവോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇല്ല, ഡോക്ടറുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇഷ്ടമായിട്ടുണ്ടാവില്ല. നോക്കാം നമുക്ക്. I'll put them back in your pocket, the little fellow said. ഞാൻ നിങ്ങളുടെ പോക്കറ്റിലേക്ക് തിരിച്ചു. Dr. Benson put his hand down quickly to receive the cigarettes and was a little irritated to find them already in his pocket. ഓൾറെഡി പോക്കറ്റിൽ കൈയിട്ട് നമ്മുടെ ഡോക്ടർക്ക് ഇഷ്ടമായിട്ടില്ല, ഇനി തിരിച്ചു വെക്കാൻ കൂടി പോക്കറ്റിലേക്ക് കൈയിടുന്നത് ഡോക്ടറിന് ഇഷ്ടമല്ല. ഡോക്ടർ പറഞ്ഞു നോ നീഡ് എന്ന് പറഞ്ഞു. Okay, a few minutes later, Dr. Ben said, "So you're going to Detroit?" Okay. സബ്ജക്ട് മാറ്റി, അപ്പൊ നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോവാണല്ലേ. I'm going out to look for work in one of the automobile plants. ഓട്ടോമൊബൈൽ പ്ലാന്റ്സിന്റെ ആ ഭാഗത്ത് ഒരു ജോലി നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് നമ്മുടെ ഫെലോ, നമ്മുടെ ഈ സ്ട്രേഞ്ചർ റൈഡർ പറഞ്ഞു. Are you a mechanic? asked doctor. More or less, I have been driving a truck since the war entered, but I lost my job about a month ago. ഒരു മാസം മുന്നേ എനിക്ക് എന്താണ്, എന്റെ ജോലി നഷ്ടപ്പെട്ടു. ഞാൻ എന്തായിരുന്നു? ഞാനൊരു ട്രക്ക് ഡ്രൈവർ ആയിരുന്നു. സിൻസ് ദ വാർ ഐ ഹാവ് ബീൻ ഡ്രൈവിംഗ് എ ട്രക്ക്. ഞാനൊരു ട്രക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ആയിരുന്നു അല്ലെങ്കിൽ ആണ്. സിൻസ് ദ വാർ എൻഡഡ്, വാർ അവസാനിച്ചത് മുതൽ, യുദ്ധം അവസാനിച്ചത് മുതൽ ഞാനൊരു ട്രക്ക് ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കാം ഇയാള് ശരിക്കും? പട്ടാളക്കാരനാവും. ആയിരിക്കും അല്ലെ, ഒരു ആർമി പേഴ്സൺ ആവണം. നോക്കാം നമുക്ക്. Were you in the army during the war? നിങ്ങള് വാർ ടൈമിൽ ആർമിയിൽ ഉണ്ടായിരുന്നോ? Yeah, I was in the ambulance section. ഞാൻ ആരായിരുന്നു? ഞാൻ ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു. ആംബുലൻസ് സെക്ഷനിലായിരുന്നു എന്റെ ജോലി. Right up at the front, drove an ambulance for 4 years. 4 വർഷമായിട്ട് ഞാൻ ആർമിയിലെ ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു. അങ്ങനെ യുദ്ധം അവസാനിച്ചപ്പോൾ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. ഇപ്പൊ എന്താണ്, ഒരു ട്രക്ക് ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ എവിടേക്ക് പോകുന്നത്? ഓട്ടോമൊബൈൽ പ്ലാന്റ്സിലേക്ക്, ഡിട്രോയിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഒരു ഓട്ടോമൊബൈൽ ജോലിക്ക് വേണ്ടിയിട്ട്, ഓട്ടോമൊബൈൽ പ്ലാന്റ്സിന്റെ ജോലിക്ക് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? Is that so? Said Dr. Benson. I'm a doctor myself. Dr. Benson is my name. അദ്ദേഹം പറയാണ് ഞാനൊരു ഡോക്ടറാണ്, എന്റെ പേര് ഡോക്ടർ ബെൻസൺ എന്നാണ്. I thought this car smelled like pills. The man laughed. Then he added more seriously, my name is Evans. ആക്ച്വലി നമ്മുടെ ഇയാളൊരു കൊമീഡിയൻ കൂടി, ഐ മീൻ ഒരു ജോക്കർ എന്നുള്ളൊരു രീതിയിലും കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. കളിയാക്കുന്നുണ്ട് നമ്മുടെ ആരെ, ഡോക്ടറിന്. എനിക്ക് പേര് പറഞ്ഞു ഇവാൻസ്. ഇവാൻസ് എന്ന് പറയുന്ന ആളാണ് ഞാൻ എവിടേക്കാ പോകുന്നത്? ഡെട്രോയിറ്റിലേക്കാണ് പോകുന്നത്. എന്തിനാ പോകുന്നത്? ഫോർ ഗെറ്റിംഗ് എ ജോബ് അല്ലെ, ഒരു ജോലി അന്വേഷിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾ ആരും ഉറങ്ങുന്നില്ലല്ലോ. ഇദ്ദേഹം ആരായിരുന്നു പണ്ട്?
അദ്ദേഹം ആരായിരുന്നു? ആംബുലൻസ് ഡ്രൈവർ. എത്ര വർഷമായിട്ട് ആംബുലൻസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്? 4 വർഷമായിട്ട് ആംബുലൻസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തത്. പിന്നെ എങ്ങനെയാണ് ജോലി പോയത്? യുദ്ധം അവസാനിച്ചപ്പോ അദ്ദേഹം ജോബ്ലെസ് പേഴ്സൺ മാറി. ഇപ്പൊ അദ്ദേഹം എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ട്രക്ക് ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ വേറൊരു നല്ല ജോലിക്ക് വേണ്ടിയിട്ട് പോവാണ്. പേര് ഇവാൻ എന്നാണ്. They rode along silently for a few minutes and ഇനി മ്യൂട്ട് ചെയ്യൂ. They rode along silently for a few minutes and the rider moved himself in his seat and placed his package on the floor. As the man leaned over, Dr. Benson caught his first good look at the small cat-like face. അതായത് കുറച്ചു നേരത്തേക്ക് ഇവർ മിണ്ടാതിരുന്നു. ഇദ്ദേഹം എന്തായി, ആളുടെ സ്ഥലത്തേക്ക് ഒന്ന് ശരിക്കും ഇരുന്നിട്ട് ആ സീറ്റിലൊക്കെ ഒന്ന് തല അങ്ങനെ ചെരിച്ചു വെച്ച് ശരിക്കും ഒന്ന് ഇരിക്കുമായിരുന്നു. ആ സമയത്ത് ഡോക്ടർ ഒന്ന് ഇയാളുടെ മുഖത്തേക്ക് നോക്കി എന്നാണ് പറയുന്നത്. The doctor also noticed the long, deep scar on the man's cheek, bright and red-looking, as though it were of recent origin. വളരെ റീസെന്റ് ഒറിജിൻ, ഈ അടുത്ത കാലത്ത് പറ്റിയ വലിയൊരു മുറിവ്, ഒരു സ്കാറ് അദ്ദേഹത്തിന്റെ കവിളിൽ കാണാൻ പറ്റി. നല്ല ആഴത്തിലുള്ള ഒരു മുറിവ് കാണാൻ പറ്റി. He thought of Mrs. Odsorley and reached for his watch. His fingers went deep into his pocket before he realized that his watch was not there. എന്തോ സംഭവിച്ചു അല്ലേ? നമ്മുടെ സുർലിയുടെ കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ ഇദ്ദേഹം സമയം എത്രയെന്ന് അറിയണ്ടേ? ഈ ഡോക്ടേഴ്സിന്, ഗൈനക്കോളജിസ്റ്റിന് അറിയാൻ പറ്റും ഏകദേശം എത്ര സമയമാകുമ്പോഴത്തേക്ക് പ്രസവം നടക്കുന്നൊക്കെ. അപ്പം സമയം അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കൈയിടുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ആ വാച്ച് ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? Yes, ma'am. Okay. വായിക്കാത്ത ഒരാള് പറയോ, എന്ത് പറ്റിയതായിരിക്കും ആ വാച്ചിന്? ആരെടുത്തതായിരിക്കും ആ വാച്ച്? പോക്കറ്റിൽ നിന്ന് പോയതല്ലേ, അപ്പൊ മറ്റേ ആൾ എടുത്തിട്ടുണ്ടാവണം. അതാണ്, പോക്കറ്റിൽ നിന്ന് പോയതാണെങ്കിൽ അത് മറ്റേ ആൾ എടുത്തിട്ടുണ്ടാവും. കാരണം മറ്റേ ആള് പെർമിഷൻ ഇല്ലാതെ പോക്കറ്റിൽ കൈയിട്ട് സിഗരറ്റ് എടുത്ത ആളാണല്ലേ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം. Did the doctor like Ivan's small cat-like face and bright fresh scar? ഇദ്ദേഹത്തിന്റെ ആ ചെറിയ പൂച്ചക്കുട്ടി പോലത്തെ മുഖം നമ്മുടെ ഡോക്ടറിന് ഇഷ്ടമായോ? മുഖത്തുള്ള സ്കാർ ഇഷ്ടമായോ? Would you have thought well of Ivan's? What do you think will happen next? നിങ്ങൾ ചിന്തിച്ചത് എന്താണെന്നാണ് ചോദ്യം. ആ ചോദ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മളൊക്കെ പറഞ്ഞു ഇവാൻ എടുത്തിട്ടുണ്ടാവാം, ഇവാൻ ഒരു കള്ളനായിരിക്കണം, കാരണം സ്ട്രേഞ്ചർ ആണ്, രാത്രിയിൽ നമ്മൾ ഒറ്റപ്പെട്ടു നിന്ന സമയത്ത് കണ്ടുമുട്ടിയതാണ്. അപ്പൊ ഇനി എന്താണ് അടുത്ത സംഭവിച്ചിട്ടുണ്ടാവുക നോക്കാം. Dr. Benson moved his hand very slowly and very carefully below the seat until he felt the leather holster in which he was carried with him his automatic pistol. Leather holster അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓട്ടോമാറ്റിക് പിസ്റ്റലിനെ തപ്പാൻ വേണ്ടി ആൾ എന്താണ് വളരെ സ്ലോ ആയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് സീറ്റിന്റെ താഴെയൊക്കെ ഒന്നിങ്ങനെ തപ്പി. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ വളരെ സ്ലോലി കെയർഫുൾ ആയിട്ട് സീറ്റിന്റെ അടിയിലൂടെ ഇങ്ങനെ കൈയിട്ട് തപ്പിയെടുക്കുകയാണ്. എന്താണ് തപ്പുന്നത്? അദ്ദേഹത്തിന്റെ ഗണ്ണ്, അദ്ദേഹത്തിന്റെ തോക്കാണ് എടുക്കുന്നത്. ഓക്കെ. He drew out the pistol slowly and held it in the darkness at his side. അതായത് ഒരു ഇരുട്ടത്ത് അത് ആ സീറ്റിന്റെ അടിയിൽ നിന്ന് എടുത്തിട്ട് ഒരു ഡാർക്ക് ഏരിയയിലേക്ക് വെച്ചു. Dr. Benson stopped the car quickly and pushed the nose of his gun into Ivan's side. നിങ്ങൾക്ക് ആ സീന് മനസ്സിൽ പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ? ഡോക്ടർ ബെൻസൺ കാർ പെട്ടെന്ന് നിർത്തിയിട്ട് തോക്കെടുത്ത് ഇവാന്റെ നേരെ ചൂണ്ടി.
നിങ്ങൾക്ക് ഇതിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ കണ്ണില് ഇത്തരം ഒരു സീന്? ഉണ്ട്. Okay. The rider jumped with fear and put up his hands quickly. My God, mister, he whispered. I thought you. Okay, ഞാൻ വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ആൾ കൈയൊക്കെ പൊക്കി ഹാൻഡ്സ് അപ്പ് ചെയ്തു. റൈഡർ ആകെ പേടിച്ചു വരണ്ട് ഹാൻഡ്സ് അപ്പ് ചെയ്തു. Dr. Benson pushed the pistol still deeper into man's side and repeated coldly. ആള് എന്താണ് തൂക്കം പിടിച്ച് ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇയാളുടെ തലയ്ക്ക് നേരെ, ഇയാളുടെ സൈഡിൽ ഇങ്ങനെ ചൂണ്ടിരിക്കുകയാണ്. Put that watch in my pocket before I let this gun go off. ഞാൻ വെടി വെക്കുന്നതിന് മുമ്പ് മര്യാദക്ക് എന്റെ വാച്ച്, ആ വാച്ച് ഇങ്ങോട്ട് തന്നു എന്നാ പറയുന്നത് അല്ലേ? വാച്ച് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ വാച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡോക്ടർ ബെൻസൺ ഈ കടുങ്കയൊക്കെ ചെയ്തത്. തോക്കെടുത്ത് ചൂണ്ടി വാച്ച് തിരിച്ചു വെച്ചു. Dr. Benson pushed the pistol still deeper. Okay, അത് വായിച്ചു. Evans put his hand in his own vest pocket and later, with the trembling hands, tried to put the watch into doctor's pocket. ആളെന്ത് ചെയ്തു? ആളുടെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചിട്ടാണെങ്കിലും ട്രംപ്ലിംഗ് ഹാൻഡ്സ് അങ്ങനെ വിറയ്ക്കായിരുന്നു, കൈയൊക്കെ അങ്ങനെ വിറച്ച് അദ്ദേഹം വാച്ച് എടുത്തിട്ട് ഡോക്ടറുടെ പോക്കറ്റിലേക്ക് ഇടാൻ നിന്നു. With his free hand, Dr. Benson pushed the watch down into his pocket. Okay. ഇത് ചെയ്യുന്നതിന്റെ ഇടയിൽ മറ്റേ കൈ കൊണ്ട് എന്താക്കി? വാച്ച് വാങ്ങിച്ചു, പോക്കറ്റിലേക്ക് ഇടാൻ സമ്മതിച്ചില്ല. വാച്ച് മ്യൂട്ട് യുവർ മൈക്ക് പ്ലീസ്. ഓക്കെ, പോക്കറ്റിലേക്ക് ഇടാൻ സമ്മതിച്ചില്ല, പകരം കയ്യിൽ വാങ്ങി. ഇങ്ങോട്ട് തന്നേക്കൂ, ഞാൻ വെച്ചോളാം, ഇനിയും എന്റെ പോക്കറ്റിൽ കൈയിടണ്ട എന്നുള്ള അർത്ഥത്തിൽ പോക്കറ്റിലേക്ക് കൈയിടാൻ സമ്മതിച്ചില്ല, അങ്ങനെ വാങ്ങിച്ചു. ഓക്കെ. Dr. Benson started the car quickly. എവിടെ എത്തി? Yes, I'm out here tonight. അവിടെ എത്തിയോ? ഇല്ലല്ലോ. Yeah, with his free hand, he opened the door and forced the man out of the car. ഡോർ തുറന്നിട്ട് അദ്ദേഹത്തിനോട് പുറത്തു പൊക്കോളാൻ പറഞ്ഞു. കാറിന്റെ ഡോർ തുറന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു. I'm out here tonight, probably to save a woman's life, but I took time out to try to help you, he said to the man angrily. ഞാന് ഒരു സ്ത്രീയുടെ ലൈഫ്, ഒരു പ്രഗ്നൻസി ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. എന്നോട് നിങ്ങൾ ഈ രീതിയിൽ പെരുമാറരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് ദേഷ്യത്തോടുകൂടി സംസാരിച്ചു. Dr. Benson started the car quickly and the wind closed the door with a loud noise. ഇദ്ദേഹത്തെ പുറത്ത് നിർത്തിയിട്ട് ഇവാനെ പുറത്തിറക്കിയിട്ട് അവൻ വണ്ടി എടുത്ത് പോയി, വളരെ സ്പീഡിൽ വണ്ടി എടുത്തിട്ട് പോയി. He put the pistol back into the leather holster under the seat and hurried on. Okay, എടുത്ത് തോക്ക് അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു വെച്ചിട്ട് hurried on, സ്പീഡിൽ വണ്ടി എടുത്ത് പോയി. The drive up the mountain to the Surley farm was less difficult than he had feared, and Surley had sent one of his older boys down the road with a lantern to help him across the old wooden bridge that led up to the little farmhouse. അദ്ദേഹത്തിന്റെ ഈ സൊർലയുടെ ഫാം ഹൗസിലേക്ക്, വീട്ടിലേക്ക് പോവാൻ താഴെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് കവർ ചെയ്ത് പോകണമെങ്കിൽ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ടി. സോ ഇദ്ദേഹത്തിന്റെ ഒരു മൂത്ത മകനെ ലൈറ്റുമായിട്ട് പുറത്ത് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മകന്റെ കൂടെ, മൂത്ത മകന്റെ കൂടെ, സൊർലയുടെ മൂത്ത മകന്റെ കൂടെ ഇദ്ദേഹം ഫാമിലേക്ക് നടന്നു പോവായിരുന്നു, വണ്ടി നിർത്തി നടന്നു പോവായിരുന്നു. ആ യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് ഓൾറെഡി ഇതിനകത്ത് പറയുന്നുണ്ട്. Mr. Surley's many previous experiences with bringing children into the world apparently helped her greatly, because she delivered this child with a little difficulty, and there was no need on Dr. Benson's part for the instruments in the long bag. എന്താണ്
ഈ രാത്രിയില് അല്ലെങ്കിൽ ഇതുപോലെ പ്രസവം എടുക്കുക എന്നുള്ളത്, ഇതുപോലെ സഹായിക്കുക എന്നുള്ളത് ഡോക്ടർ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊന്നും എടുക്കേണ്ടി വന്നില്ല ഇപ്രാവശ്യം നമ്മുടെ ഡോക്ടർക്ക്. കാരണം ഡോക്ടർ എത്തുന്നതിന് മുമ്പ് തന്നെ ഡെലിവറി അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നോർമലി ഇത്തരം ഒരുപാട് ഡെലിവറികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്ത്രീകളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ ആയിരുന്നു നമ്മുടെ ആര്യ ബെൻസൺ. പക്ഷെ ഇപ്രാവശ്യം ഡോക്ടർ എത്തുന്നതിന് മുമ്പ് തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, അതുകൊണ്ട് തന്നെ ആൾക്ക് ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളൊന്നും, അദ്ദേഹത്തിന്റെ ടൂൾസ് ഒന്നും പുറത്തെടുക്കേണ്ടി വന്നില്ല. അവിടെ എത്തിയപ്പോഴത്തേക്കും പ്രസവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. After it was all over, however, Dr. Benson took a cigarette and sat down to smoke. എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഡോക്ടർ എന്ത് ചെയ്തു? ഒരു സിഗരറ്റ് ഒക്കെ എടുത്ത് കുറച്ചു നേരം പുറത്ത് നിന്ന് സിഗരറ്റ് വലിച്ചു. നോക്കാം അടുത്ത സെക്ഷൻ ബാക്കി എന്ത് സംഭവിച്ചു എന്ന്. Okay. Was the doctor right? ഡോക്ടർ ചെയ്തത് ശരിയായിരുന്നു. In turning Evans out in the cold, തണുപ്പത്തേക്ക് നമ്മുടെ ഇവാനെ ചവിട്ടി പുറത്താക്കിയത് ശരിയാണോ എന്നാണ് ചോദ്യം. എന്താ നിങ്ങളുടെ അഭിപ്രായം? ശരിയാണോ? ശരിയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് തള്ളിയത് ശരിയല്ല. പക്ഷെ അവൻ ചെയ്തോന്ന് തെറ്റല്ലേ? വേണ്ട വാച്ച് എടുക്കാൻ പാടുവോ? പറ്റൂല. അതും പറ്റില്ല. അപ്പൊ പിന്നെ നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കൂ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളായാലും ഇത് തന്നെയല്ലേ ചെയ്യുള്ളൂ? ഒരു കള്ളനെ വണ്ടിയിൽ പിന്നെ കൊണ്ടുപോകുവോ? ഇല്ല. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? അങ്ങനെ ഒരു സ്ട്രേഞ്ചറെ വണ്ടിയിൽ കയറ്റേ ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ, അല്ലെ? ഏത് നട്ടപ്പാതിരക്കാണെങ്കിലും ആരൊറ്റയ്ക്ക് പോവാണെങ്കിലും അത്തരത്തിലൊരു സ്ട്രേഞ്ചറെ കണ്ടാലൊന്നും നമ്മൾ വണ്ടി നിർത്തി കയറ്റുവോ കൊണ്ടുപോകുവോ ഒന്നും ചെയ്യില്ല. അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്ത് നമ്മുടെ ബെൻസന്റെ നല്ല മനസ്സ്. അദ്ദേഹത്തിനോട് ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു പുറത്താക്കല്ലാണ്ട് വേറെ എന്താ ചെയ്യാ? അപ്പൊ അതിന് വലിയ തെറ്റായിട്ടൊന്നുമില്ല. നോക്കാം നമുക്ക് കേട്ടോ. ഇനി ശരിക്കും എന്താണ് ഈ വാച്ചിന് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഇദ്ദേഹം കൈയിട്ടു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹം തന്നെയാണോ എടുത്തത്, എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. നോക്കാം. Do you think he will ever know whether he was right or no? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ ബെൻസൺ സത്യം തിരിച്ചറിയും എന്നുള്ളത്? Was the case of suspicion? മക്കളെ ഒന്ന് മ്യൂട്ട് ചെയ്യോ? എനിവേ, ഡോക്ടർ ബെൻസൺ ചെയ്തത് ന്യായമാണോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. A fellow I picked up in my car on my way up here tonight tried to rob me, he said to Odd, feeling a little proud. He took my watch, but when I pushed my 0.45 pistol into his side, he decided to give to me back. Sound ഒന്ന് മ്യൂട്ട് ചെയ്യണേ മക്കളെ. എന്താ പറഞ്ഞത്? ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടിരുന്നപ്പോൾ ഒരാള് എന്റെ അയ്യോ ഒന്ന് മ്യൂട്ട് ചെയ്യോ പ്ലീസ്. ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടിരുന്നപ്പോ ഒരാള് എന്റെ വണ്ടിക്ക് എന്താ പറയാ, എന്റെ വാച്ച് മോഷ്ടിക്കാൻ നോക്കി. റോബ് ചെയ്യാന്ന് പറഞ്ഞാൽ മോഷ്ടിക്ക കേട്ടോ, തട്ടിയെടുക്കാൻ നോക്കി. പക്ഷെ ഞാൻ എന്റെ തോക്കൊക്കെ ചൂണ്ടി, പിസ്റ്റൽ നമ്പർ എത്രയാ? 0.45 പിസ്റ്റൽ ചൂണ്ടി അങ്ങനെ എന്റെ നഷ്ടപ്പെട്ട വാച്ച് ഞാൻ തിരിച്ചെടുത്തു എന്നാണ് പറയുന്നത്. മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് ഉറപ്പുവരുത്തിക്കുക നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോ നിങ്ങൾ ഓൺ ആക്കിയത്, അതുകൊണ്ടാ പറയുന്നത്. മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. Odd smiled wide at such an exciting story coming from young Dr. Benson. അപ്പൊ നമ്മുടെ ഹോസ്റ്റ്, വീട്ടിലുള്ള ആള് ഓട്ട് ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചിരിച്ചു നിന്നു. അദ്ദേഹത്തിന്റെ എക്സൈറ്റിംഗ് സ്റ്റോറി കേട്ടിട്ട് ചിരിച്ചു നിന്നു. മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ. Well, I'm glad he gave it back to you. Odd said, okay, എന്തായാലും സന്തോഷം, നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയല്ലോ, അതിൽ ഹാപ്പി. Because if he hadn't, we wouldn't have any idea what time the child was born. What time would you say it happened, doctor? Odd said, because
If he hadn't, അവൻ ഇല്ലായിരുന്നുവെങ്കിൽ, we wouldn't have any idea. നമുക്കൊരു ഐഡിയ ഉണ്ടാവുമായിരുന്നില്ല what time the child was born. ഈ കുട്ടി എപ്പോഴാണ് ജനിക്കേണ്ട സമയം എപ്പോഴാണെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. കയ്യിലൊരു വാച്ച് ഇല്ലായിരുന്നെങ്കിൽ നമുക്കത് അറിയണ്ടായിരുന്നില്ല. സോ വാട്ട് ടൈം വുഡ് യു സേ ഇറ്റ് ഹാപ്പൻഡ്? ഇത് എപ്പോ സംഭവിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് ഡോക്ടർ? ഈ നിങ്ങളുടെ ഈ വണ്ടിയിൽ മോഷ്ടിച്ചതൊക്കെ, എന്താ പറയാ, വാച്ച് എടുക്കാൻ ശ്രമിച്ചതും ഇതൊക്കെ എപ്പോ നടന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്. ഡോക്ടർ ബെൻസൺ took the watch from his pocket. പോക്കറ്റിൽ നിന്നും ആ വാച്ച് എടുത്തു. The baby was delivered about 30 minutes ago and died. He walked over to the lamp on the table. ഇവിടെ നിന്നാണ് കേട്ടോ അത് ആ സത്യം മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് എന്താണ്, അരമണിക്കൂർ മുൻപ് ഈ കുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ, നമ്മുടെ ഡോക്ടർ മ്യൂട്ട് ചെയ്യൂ, പ്ലീസ് മ്യൂട്ട് യുവർ മൈക്ക്. ഒരു കുഞ്ഞാവ് ക്ലാസ് ഓൺ ആക്കിയിട്ട് പോയതായിരിക്കും. സജീന എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് അത് ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. സജിന ടീച്ചർ കണ്ടിന്യൂ, അതേക്കാണ് നല്ലത്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്ന വെച്ചിട്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്യാൻ പറയുന്നത്. ദ ബേബി വാസ് ഡെലിവേർഡ്. ഓക്കെ, എന്തായാലും കുട്ടി ഉണ്ടായി, അരമണിക്കൂർ മുമ്പ് കുട്ടി ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ അറിഞ്ഞു. നോക്കാം ബാക്കി എന്തായിന്ന്. He stared strangely at the watch in his hand. അയാളുടെ കയ്യില്, പോക്കറ്റിൽ, ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് വാങ്ങിച്ച അദ്ദേഹത്തിന്റെ വാച്ച് പോക്കറ്റിൽ ഉണ്ടായിരുന്നല്ലോ, അതെടുത്ത് കയ്യിലേക്ക് നോക്കി, സമയം നോക്കാൻ വേണ്ടിയിട്ട് കയ്യിലേക്ക് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? The crystal was cracked. The top was broken. He turned the watch over and held it closer to the lamp. ആ വാച്ചിന്റെ ക്രിസ്റ്റൽ ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് ഉണ്ടായിരുന്നു. He turned the watch over and held it closer to the lamp. വെളിച്ചത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി, വാച്ചിനെ ഒന്ന് കൊണ്ടുപോയി. He studied the worn inscription here, there. അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന സംഭവമൊക്കെ ഒന്ന് വായിച്ചു നോക്കി. To Private T. Evans, ambulance section, whose personal bravery preserved our lives the night of November 3rd, 1943, near the Italian French nurses Nesbitt, Johns and Wingate. അതിന്റെ താഴെ, ആ വാച്ചിന്റെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഡിസ്ക്രിപ്ഷനാണ് നമ്മളിപ്പോ വായിച്ചത്. ഒന്നും കൂടെ വായിക്കാം. ടു ഇവാൻസ്, ഇവാനോട് പറയാണ്, ആംബുലൻസ് സെക്ഷൻ, whose personal bravery preserved our lives the night of November 3rd. നവംബർ 3 രാത്രിയിൽ ഞങ്ങളുടെ ലൈഫ് വളരെ ധീരതയോടുകൂടി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ച ആംബുലൻസ് ഡ്രൈവർ ഇവാനോട്. November 3rd, 1943, near the Italian French nurses Nesbitt, Johns and Wingate. പേരുകളൊക്കെ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആർമിയിലുള്ള ഇദ്ദേഹത്തിന്റെ ബ്രേവറിക്ക് ഒരാൾ ഗിഫ്റ്റ് കൊടുത്ത, നഴ്സസ് നെസ്ബിറ്റ്, ജോൺസ് ആൻഡ് വിൻഗേറ്റ്, അദ്ദേഹത്തിന്റെ ധീരതയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു വാച്ച് ആയിരുന്നു അത്. നമ്മുടെ ഡോക്ടർ ബെൻസന്റെ കയ്യിൽ കിടക്കുന്നു. എന്താ ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പൊ ഡോക്ടർ വാച്ച് എടുത്തിട്ടുണ്ടാവല്ലോ കിട്ടുന്ന. അതന്നെ. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ആ നട്ടപ്പാതിരക്ക് തിരക്കില് ഡോക്ടർ വാച്ച് എടുക്കാൻ മറന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അലസതയെ അവിടെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഹെസിറ്റേഷൻ, ഹ്യൂമിലിയേഷൻ എല്ലാം ആ ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം എന്തല്ല, കോൺഷ്യസ് അല്ല, ഒരു കാര്യത്തിലും കോൺഷ്യസ് അല്ല എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം കൂടെ വന്ന ഈ ആളെ തോക്ക് ചൂണ്ടി പേടിപ്പിച്ച് അദ്ദേഹത്തിന് ഗിഫ്റ്റ് കിട്ടിയ വാച്ച് സ്വന്തം വാച്ചാണെന്ന് കരുതി പോക്കറ്റിലിട്ട് ഇവിടെ വന്നപ്പോ അപ്പോഴാണ് മനസ്സിലാക്കിയത് അതൊരു പൊട്ടിയ വാച്ചും കൂടിയായിരുന്നു. എന്നിട്ടും ഇദ്ദേഹം അത് കൊണ്ട് നടക്കുന്നു.
അപ്പൊ അതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? അദ്ദേഹത്തിന്റെ ബ്രേവറിക്ക് കിട്ടിയ ഒരു വാച്ചാണ്. തോക്ക് ചൂണ്ടി ചോദിച്ചത് കൊണ്ട് മാത്രം കൊടുത്ത ഒരു വാച്ചായിരുന്നു അത്. സോ ഇതിൽ നിന്നും നമ്മുടെ ഡോക്ടർ ഒരു പാഠം പഠിച്ചിട്ടുണ്ടാവണം അല്ലെ? അദ്ദേഹത്തിന്റെ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവണം.